പിന്നെ എന്താ ആരെയും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. Magic morning. ഓക്കെ, Magic morning. Magic morning. യെസ്. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാമോ? ആകെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. ഉള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കും. വിഷസ് ഒന്ന് അറിയിക്കാം. Magic morning. Magic morning to all. ഓക്കെ ഓക്കെ അപ്പം എല്ലാവരും റെഡി അല്ലേ? ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ പോസ്റ്റർ ശ്രദ്ധിച്ച എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഡിസ്കഷനാണ് ഇട്ടിട്ടുള്ളത്. സോ ഡിസ്കഷൻ എന്തെങ്കിലും ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പിക് ആയാൽ നന്നായിരിക്കും. ഇന്ന് ക്ലീനിങ് നടന്നതാണ്, അപ്പൊ ആള് കുറച്ച് കുറവെന്ന് പറയാം. അതെ, എന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ 13-14 പേരൊക്കെ ആയിരുന്നു. ഇപ്പതാ ഓരോരുത്തർ വന്നു പോയോണ്ടിരിക്കുന്നു അല്ലേ. 18 ആയത് പെട്ടെന്ന് 15. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട് നല്ലോ. എന്താ സംഗതി? എനിക്കും കട്ടാണ്ട്, ഇടയ്ക്ക് കട്ടാണ്ട്. അല്ല, കുറച്ചു പേര് എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലിങ്ക് അതായത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നോക്കാം എന്തായാലും. ഇന്നത്തെ ഒരു ദിവസം കൂടി ഉണ്ട് ഗ്രൂപ്പ് കയറാനുള്ള അവസരം. അപ്പൊ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ ഗ്രൂപ്പിലായിരിക്കും ഇനി ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം ലിങ്ക് ബി മാജിക് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് ടോപ്പിക് റസാഖ് സർ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക? ഇനി കാര്യത്തില്ല. ഷൈനി മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഷൈനി മാമിനെ ഞാൻ വിളിച്ചിരുന്നു. യെസ്, ഷൈനി മാമിനെ ഞാൻ വിളിച്ചിരുന്നു. ആള് പറഞ്ഞു ഞാൻ 5 മണിയായപ്പോ എടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. പറഞ്ഞോളൂ ശനി മാം. നമ്മള് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ പറയുക, ഒരു 60 പേര് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അവരാരും സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കണില്ല. അപ്പൊ ആ സൂം മീറ്റിങ്ങിൽ ഇല്ലാതെ പിന്നെ ഈ ബിമാജിക് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതായിരിക്കണം. അല്ലാതെ ഉണ്ടായിട്ടില്ല, ആരൊന്നും വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വിഷയം ചർച്ച ഇട്ടത് പിന്നെ ആത്മവിശ്വാസമാണ് തോന്നുന്നു. ഷൈനിമേം പോയോ? ഷൈനിമേം കിട്ടുന്നില്ല, എന്തോ നെറ്റ്വർക്കിന്റെ കളികളാണ്. ശനി പോയി, കട്ടായി ഇല്ലേ? ശനി കട്ടായില്ല. ഇല്ല, ഷൈനി മാം ഷൈനി മാം ഞാനുണ്ട്, ഇതിലുണ്ട്. പറഞ്ഞോളൂ. ഉണ്ട്, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ഷൈനി മാം, കേൾക്കുന്നുണ്ട്. അത് ഞാനാണ് തുടങ്ങണ്ടേ? തുടങ്ങിക്കോളൂ. നമ്മുടെ ഇന്ന് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് നമുക്ക് ചർച്ചയ്ക്കായിട്ട് തന്നിരിക്കുന്ന വിഷയം. ഞാൻ എൻ്റെ ജീവിതത്തില് ആത്മവിശ്വാസമൊക്കെ ചില സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് കുറയുക, അല്ലെങ്കിൽ ഞാനൊന്ന് പുറകിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാനൊരു 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി വെച്ച് ശ്രദ്ധിക്കാറുണ്ട്. അതായത്
എനിക്ക് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസമുള്ള 3 കഴിവുകൾ ഞാൻ എഴുതാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ള അതുപോലെ തന്നെ ഒരു 3 വിജയങ്ങൾ അത് എഴുതിയിട്ട് അതും നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കടന്നുപോയ പ്രതിസന്ധികളിൽ ഞാൻ നമ്മൾ അതൊക്കെ ഒന്ന് മറികടന്ന് കടന്നു പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അതില് ആ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു വന്നിട്ട് ഒന്നൊരു 3 കാര്യങ്ങൾ അതും എഴുതിയിട്ട് അതും മനസ്സിലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓക്കെ തീരെ നമ്മളൊരിക്കലും ഒരു പിറകിലോട്ട് നിൽക്കുന്നവരല്ല, ഇത്രയും കഴിവുകളുള്ള ഒരാളാണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവാറുണ്ട്. ഞാൻ 3 കാര്യമാണ് ഞാൻ നോക്കിയിരുന്നത്. എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എഫേർട്ടൊക്കെ എടുത്ത് നേടിയ 3 കാര്യങ്ങൾ ഞാൻ എഴുതാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികൾ, അതിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിട്ട് വിജയിച്ച 3 കാര്യങ്ങൾ അതും ഡീറ്റെയിൽ ആയിട്ട് എഴുതാറുണ്ട്. പിന്നെ എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഒരു നന്ദി, ഇങ്ങനെ എനിക്കുള്ള കഴിവുകളിലൊക്കെ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ജീവിതത്തിലുള്ള കഴിവുകൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഞാനത് പറയുകയും ചെയ്യും. എന്നിട്ട് ഇതൊക്കെ എന്നിലൊരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ട്. ഉം. അപ്പൊ മാമിന് ഇത്രയാണ്. ഓക്കെ. അപ്പോ ചില സമയത്ത് കോൺഫിഡൻസ് കൂടുതലായിട്ട് തോന്നിയ ഒരു സമയം ഏതാണ്? അതായത് എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയും, വളരെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വന്ന ഒരു ഏതെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ മാമിന്? അതായത് എനിക്ക് എൻ്റെ അക്ഷരമൊക്കെ ആദ്യമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഞാൻ ജോലിയുടെ ഒരു കാര്യത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുമ്പോഴും അതുപോലെ തന്നെ ഈ ശ്രദ്ധ പോവും. ഒരു 2-3 ലൈൻ കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് തെറ്റ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ടത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ മാനസികമായിട്ടൊക്കെ ഭയങ്കര പിരിമുറുക്കമാണ്. അപ്പോൾ ഒരു തരത്തിലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതിയെ ഒന്ന് കാമായിട്ടിരുന്നിട്ട്, എത്രയോ പേര് ഇതിനകത്ത് ഒരു ജോലി ഇല്ലാണ്ട് എത്രയോ പേരുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കൊരു ജോലി കിട്ടാനുള്ള ഒരു കഴിവുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, മലയാളം എന്നെ കൊണ്ട് എഴുതാനും വായിക്കാനും പറ്റുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ അതിനു പോലും കഴിയാത്ത എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് കുറച്ചുകൂടെ സാവകാശം കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇതിന് കുറെ കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോഴും ആ സ്ഥാനത്ത് നമുക്കൊരു അവിഭാജ്യ ഘടകമായിട്ട്, അതായത് നമ്മളെ എവിടെയും നമ്മൾ നിന്ന് ചെയ്യണം എന്ന നിലയിലേക്ക് നമ്മളെ തന്നെ ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ ഈ കേസ് എഴുതുന്ന ഒരു മത്സരമൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുക്കുകയും അതിൽ സമ്മാനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും സ്വയം നമ്മളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇത്രയും ഒരു എഴുതാനും വായിക്കുക എന്ന് പറയണത് എല്ലാവർക്കും ഉള്ള കഴിവ് തന്നെയാണ്. എങ്കിലും അത് ഞാൻ കുറച്ചുകൂടെ ഓക്കെ, അതിനും പിറകിലോട്ട് എത്രയോ പേർക്ക് ചിലപ്പം അത്രയും പോലും പറ്റാത്തവരും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയൊക്കെ പറ്റുന്നുണ്ടല്ലോ.
അവിടെ നിന്ന് പിന്നെ നന്നായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ച് വന്നപ്പോൾ നന്നായിട്ട് ഉയരാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% നമ്മളൊരു 10% നിന്നത് 90% നമ്മളെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റിസൾട്ടിലേക്ക് വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാൻ പിന്നെ പറയുന്ന വ്യക്തമാകുന്നുണ്ടോ? കാര്യം എന്ന് വെച്ചാലേ ഞാന് ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു. ഓഫീസില് ജോലിയിലായിരുന്നു. അപ്പോഴും ഞാൻ ഒന്ന് കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നപ്പോഴത്തേക്ക് ഇരുന്ന് കണ്ണടച്ച് തുറന്നപ്പോഴാണ് ദിവ്യാമ്മ എന്നെ വിളിക്കുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്തോ, വ്യക്തമാവുന്നുണ്ടോ എന്തോ, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. എന്താണ് ഷൈനി മാമിന്റെ ഒരു ക്ലാസ് ഇവിടെ വന്നു. ഓക്കെ. ഞാൻ ഉറങ്ങിപ്പോന്ന് പേടിച്ചാണ് ഞാൻ ഇന്നലെ 4:30-ക്കൊക്കെയാണ് കിടക്കാനായിട്ട് വന്നത്. അപ്പോഴത്തേക്കും പേടിച്ചിരിക്കുകയായിരുന്നു, എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഭാഗ്യത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി എനിക്ക്. ദിവ്യ മാം വിളിച്ചത് കൊണ്ട് നന്നായി. പിന്നെ അലാറവും വെച്ചിരുന്നു, അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. താങ്ക് യു. ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ. താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കീർത്തന മാം കേൾക്കുന്നുണ്ടോ? ജെസ്സി മാം? ഹലോ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. പറയൂ. എന്താണ് മാമിന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നിയ, വിജയിച്ചു എന്ന് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ, ഷെയർ ചെയ്യാൻ പറ്റുമോ ഇവിടെ? എന്ത് പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും അപ്പം ആലോചിക്കുന്നത് ഈ സമയവും കടന്നു പോകും. അതാണ് ഏറ്റവും വലിയൊരു, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നല്ല ട്രോമ ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ അപ്പോൾ വിചാരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സമയം കടന്നു പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ നമുക്ക് തന്നെ കൊണ്ടുപോയി ഇട്ട് തരുന്നത്. അങ്ങനെ വിചാരിക്കും. ഓക്കെ, താങ്ക് യു. അതെ, ശരിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. പിന്നെ സജൻ സർ പറഞ്ഞോളൂ. സജൻ സർ കേൾക്കുന്നുണ്ടോ? സജൻ സർ? കേൾക്കാം. മാജിക് മോർണിംഗ്. എങ്ങനെയാണ് സജൻ സാറിന്റെ ലൈഫിൽ എങ്ങനെയാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ തൊഴിൽ രംഗത്തായാലും നമ്മളുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുമോ? എനിക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യം കിട്ടിയത്. അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞ പോലെ കുറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നിട്ട് ഓരോരുത്തർക്കും ഓരോരോ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ എനിക്കും ചെറിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ തന്നെ ഒരിക്കലും പാടില്ലാത്ത കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ വന്നപ്പോ അത് നമ്മൾ ശരിക്കും അവസാനിച്ചു എന്നുള്ളൊരു ഘട്ടത്തിൽ നിന്നാണ് ശരിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്കൊക്കെ ഇപ്പോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ കിട്ടുന്നതായിരിക്കും ഏറ്റവും
അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ കൂടുതൽ ചിന്തിക്കും തോന്നുന്നു. അല്ലാത്തവര് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോവല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഫണ്ടിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ലോസ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇതെങ്ങനെ തരണം ചെയ്യാന്നുള്ള ഒരു ചിന്ത നമുക്ക് അല്ലെങ്കിൽ വെറുതെ അന്നാമത്തെ കാര്യങ്ങൾ കടന്നു പോകേണ്ട ഒരാളാണ് ശരിക്കും ഒരു ദിവസത്തില്. പക്ഷെ ഇന്ന് നമുക്ക് എത്ര ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നു ഒക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഇത്രയും വലിയ ബാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് എങ്ങനെ ഇതിനൊക്കെ മറികടക്കാന്നുള്ള ചിന്ത വരുന്നുള്ളൂ. എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാം, ലോകത്തിൽ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് കെടുക്കുന്നുണ്ട്, നമുക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. പ്രതിസന്ധികൾ എനിക്ക് തോന്നുന്നത് എത്രയോ വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്കത് ഗുണമാണ് അത് തരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഷൈനി മാം പറഞ്ഞു, എഴുത്തിന്റെ കാര്യം പറഞ്ഞു. എഴുത്ത് മോശമായത് കൊണ്ട് മാത്രമാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് പഠിക്കാൻ പറ്റിയത്. അപ്പൊ അതിങ്ങനെ തരണം ചെയ്യാന്നൊരു ചിന്ത എപ്പോഴാണ് വരുന്നുള്ളൂ. അതുവരെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ വരുന്ന പ്രതിസന്ധികൾ ഇപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്രതിസന്ധികളില്ലാത്ത ഒരു മേഖലയില്ല ലോകത്തില്. അപ്പോ പ്രതിസന്ധികൾ വരണം എന്നുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. വരുന്നത് നമുക്ക് ഗുണത്തിന് തന്നെയാണ്, വരുന്നത് കൂടുതൽ ഗുണത്തിനാണ്. വരണം എന്നല്ല ഞാൻ പറയുന്നത്, വരുന്നത് നമുക്ക് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സജൻ സർ. ബഷീർ സർ കേൾക്കുന്നുണ്ടോ? ബഷീർ സർ, ബഷീർ സർ കേൾക്കുന്നുണ്ടോ? മാജിക് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സബ്ജക്ട് എന്തായിരുന്നു? സബ്ജക്റ്റ് ആയിരുന്നു ആത്മവിശ്വാസം എന്നുള്ളതാണ്. കോൺഫിഡൻസ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ ഷൈനി മാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് സംസാരിക്കാൻ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയാ, ഈ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് തളർന്നു പോകുന്ന ഒരു ജനതയുണ്ട്. മോസ്റ്റ് ഓഫ് ആൾക്കാർ അങ്ങനെയാണ്. ഞങ്ങൾ വരുമ്പോഴേക്കും തളർന്ന് പിന്നെ എന്താ പറയാ, ജീവിതം തന്നെ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഇവരോട് ബഷീർ സാറിന് എന്താണ് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നേരിട്ട് അതിനെല്ലാം റിക്കവർ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു ആളാണ് സാർ. അപ്പൊ സാറിന് എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുക്കാനുള്ളത്, യുവാക്കൾക്ക് കൊടുക്കാനുള്ളത്? ഞാൻ പറയും, ബി മാജിക് കൾച്ചർ പാലിക്കുക. ബി മാജിക്കിന്റെ കൾച്ചർ അതൊരു ബേസിക് ആണ്. അത് മനസ്സിലാക്കിയിട്ട് അത് പാലിച്ചു വരുന്ന ആൾക്ക് സെൽഫ് കോൺഫിഡൻസും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നല്ലൊരു ഇത് വരും, മനസ്സിനൊരു ധൈര്യം വരും. കാരണം മെഡിറ്റേഷൻ ആണ് അതിന്റെ ബേസ്. ഇപ്പൊ എന്തും മൈൻഡാണ് ചെയ്യുന്നത്. മൈൻഡിനുള്ള എക്സസൈസ് ആണല്ലോ മെഡിറ്റേഷൻ. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ടാണ് നമ്മുടെ വേർഡായി മാറുക. വേർഡാണ് കർമ്മമായി മാറുക. കർമ്മമാണ് നമ്മളെ ക്യാരക്ടറായി മാറുക. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് എടുക്കുന്ന മൈൻഡാണ്. ആ മൈൻഡിന് നമ്മൾ ഡെയിലി പറഞ്ഞ മാതിരി ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു വിഷമവും ഉണ്ടാവില്ല. കാരണം പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലാതിഞ്ഞാല് ജീവിതത്തിനൊരു ത്രില്ലില്ല. ഓരോ പ്രശ്നത്തിൽ കൂടിയാണ് നമ്മൾ വളർന്നു വരുന്നത്. അല്ലാതെ ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇരുന്നാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. പ്രശ്നങ്ങൾ നനയ്ക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ പറയും, കൊല്ലന്റെ ചൂളയില് ഇട്ടിട്ട് നമ്മളെ ഇരുമ്പ് ഇങ്ങനെ പഴുപ്പിച്ച് അത് ഏത് ഷേപ്പിലാക്കണമെങ്കിൽ ഇരുമ്പിനെ അതിനെ ആദ്യം സോഫ്റ്റ് ആക്കി പിന്നെ ആ ഇരുമ്പ് ഹാർഡാകുക. ആ ഇരുമ്പ് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ നമുക്ക് നിസ്സാരമായി, ഒരു വിഷമം ഉണ്ടാവില്ല. എനിക്ക് 2012 ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. ബി മാജിക്കിൽ വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു 10-20 കൊല്ലായി.
അപ്പം ഞാനത് മനസ്സിലാക്കി എനിക്ക് വലിയൊരു പ്രശ്നം വന്നു. ഒരു വലിയൊരു പ്രശ്നം, ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന് പറയാം. എനിക്കൊരു ഹോൾസെയിൽ 2-3 കച്ചവടത്തിലുള്ള ഒരു ഹോൾസെയിൽ ക്ലോത്ത് ബിസിനസ്. ആ സമയത്ത് അവിടെ നല്ല സ്റ്റോക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് തലേന്നാണ് വലിയൊരു 2 ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇറങ്ങിയ സമയത്ത് അത് എല്ലാം പാടെ ഫുൾ ലോഡ് തിരക്കുള്ള ദിവസം ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഞങ്ങൾ പീടിയൊക്കെ പൂട്ടി പോകുന്നത്. പൂട്ടി എല്ലാരും സ്റ്റാഫൊക്കെ എല്ലാരും പോയി. അപ്പോഴാണ് അത് കത്തിയത്. നല്ല കത്തല് കത്തി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ 11 മണിക്ക് ഞാൻ അറിയുന്നത്, വിളിച്ച് നമ്പർ കിട്ടാൻ എന്താ അറിയില്ല. ഞാൻ വീട്ടിന്ന് പെട്ടെന്ന് അടുത്ത പീഡിയക്കാരൻ വന്നതിന്റെ ശേഷം അവനാ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ അപ്പോഴേക്കും എന്റെ ഗൾഫ് റിയാദിലുള്ള എന്റെ മരുമോനൊക്കെ അവര് TV ന്യൂസിൽ അറിഞ്ഞിട്ട് അവരിങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാനിതിങ്ങനെ നോക്കുക. അപ്പൊ ഇതിങ്ങനെ കത്തുന്നുണ്ട്, നല്ല രസത്തിലാ കത്ത്. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളിങ്ങനെ, എനിക്ക് അത്ര വലിയ ഫീൽ ചെയ്തിട്ടില്ല സത്യം. ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു അതെങ്ങനെ ഞാൻ ഇത്ര ധൈര്യത്തിൽ അവിടെ നിന്ന്. എന്റെ മുമ്പിൽ ഇരുന്ന ആളിങ്ങനെ പറയുന്നുണ്ട്, ഓ ഇതിന്റെ ഉടമസ്ഥ ഇവിടെ ബോധം കെട്ട് കിടക്കുട്ടോ. അപ്പൊ ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഒരു 2 മണിയാകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫയർ സർവീസ് ഒക്കെ വന്ന് ക്ലീനായി, സ്റ്റോക്ക് ഏകദേശം നില്ലായി. അപ്പം സ്റ്റാഫ്, എന്റെ മാനേജറൊക്കെ ഉണ്ട് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നമാക്കണ്ട, നമുക്ക് നാളെ വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. ഞാനിങ്ങ് പോന്നു. ഞാനിവിടെ വന്ന് വീട്ടിൽ വന്ന് കിടന്നു. ഒരു വൈഫ് രാവിലെ പോലെ നിങ്ങൾ എന്ത് മനുഷ്യനാണ്. അപ്പൊ ഞാൻ ചിന്തയല്ല, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങി, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ വന്ന് അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി, നമ്മൾ മൈൻഡിനെ നമ്മൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് എനിക്കിപ്പോഴും ആ വിശ്വാസമുണ്ട്. എന്റെ ഈ മെഡിറ്റേഷൻ ആണ് എന്റെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ. അപ്പൊ ഞാൻ എല്ലാരോടും പറയും, ബിമാലിക്ക് ഇല്ലാത്തവരോടും പറയും, ഞാൻ പറയും ഒരു 5 മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ ലൈഫ് ഇതൊന്നും വലിയൊരു കാര്യമല്ല. നമുക്ക് നമ്മളെ മൈൻഡ് സ്ട്രോങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നത്തിങ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മെഡിറ്റേഷൻ നിങ്ങൾ വിടരുത്. മെഡിറ്റേഷൻ കാരണം ഇതൊക്കെ നമ്മളേതായാലും ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ആരും പെർമനന്റ് വിഷയമായിട്ട് ആരും വന്നിട്ടില്ല. അതിന്റെ ഇടയിലുള്ളൊരു കാര്യങ്ങളെ, ഒരു ശ്വാസം ദൈവം തന്ന് അടുത്ത ശ്വാസം ദൈവം എടുക്കുന്നതിന് മുമ്പുള്ള ഇൻ ബിറ്റ്വീനാണ് നമ്മളെ ലൈഫ്. അതാ അങ്ങനെ കരുതിയിട്ട് ലൈഫിനെ കൊണ്ടുപോകാനുള്ള ധൈര്യം നമുക്ക് കിട്ടിയ ഈ സംഭവമാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയാ പാഠമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിലെ ഇത്രയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഏറ്റവും വളരെ കൂളായിട്ട് ഇരിക്കാനായിട്ടും അതിനെങ്ങനെ റിക്കവർ ചെയ്യാന്ന് നമ്മളുടെ മൈൻഡിനെ പഠിപ്പിക്കുന്നതും ഇതുപോലെയുള്ള മെഡിറ്റേഷൻസും അതുപോലെ ബിമാജിക്കിലെ നമ്മൾക്ക് തരുന്ന ഓരോ ക്ലാസ്സുകളുമാണ് അല്ലെ. അപ്പോ താങ്ക് യു സോ മച്ച്. പിന്നെ റസത്ത് കേൾക്കുന്നുണ്ടോ? നല്ലൊരു ആത്മവിശ്വാസമുള്ള ഒരു വാക്കാണ് പിന്നെ ബഷീർ സാർ പറഞ്ഞത്. ഇല്ല, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ബിമാജിക്കില് ശരിയാണ്. ഞാൻ റസാഖ് സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചില ആളുകൾക്കില്ലേ ആത്മവിശ്വാസം അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അഹങ്കാരമായിട്ട് മാറാറുണ്ട്. അതിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? ചില ആളുകൾക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായിട്ട് വരുമ്പോ കറക്റ്റ് ആക്കി കൊണ്ടുനടക്കാൻ, അതായത് ഇപ്പൊ എല്ലാ സംഭവം അങ്ങനെ തന്നെയാണോ? ബ്ലഡ് പ്രഷർ, ഷുഗർ ഒക്കെ കറക്റ്റ് ആണ്. വേറാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ മെഡിറ്റേഷൻ ഏറ്റവും ബെറ്റർ ആണ്. അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സാറിന്റെ ജീവിതത്തിൽ വല്ലവരെയും കണ്ടിട്ടുണ്ടോ കോൺഫിഡൻസ് വളരെ കൂടുതലായിട്ട് എന്താ പറയാ അതൊരു അഹങ്കാരമായിട്ട് വരുന്നത്? ചില ആളുകളടുത്ത് സംസാരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ എന്താണ് വളരെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?
കേൾക്കുന്നുണ്ടോ റസക് സർ? ഹലോ, കേൾക്കുന്നുണ്ടോ? റസക് സർ കേൾക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പോയോന്ന് സംശയം. നെറ്റ് ഇഷ്യൂ ഇല്ല. ആഹാ. സലാഹു സർ, ഞാന് എന്താണ് ഇന്നത് കോൺഫിഡൻസിനെ വിളിക്കാത്ത? കുറിച്ച്. ആഹാ. അതായത് കോൺഫിഡൻസിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ പിന്നെ അതായത് ഫസ്റ്റ് ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഈ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ പിന്നെ അവിടെ വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും സംഭവങ്ങളും പിന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാന് ഈ മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ ഇറങ്ങിയത്. ഈ മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ ഇറങ്ങിയ സമയത്ത് ബേസിക് സാലറി അക്കൗണ്ട്സിനേക്കാൾ കുറവാണ്, പക്ഷെ ഇൻസെന്റീവ് ഉണ്ടാവും നമുക്ക്. അപ്പോ ഫസ്റ്റില് ഞാനിത് ഇറങ്ങിയ സമയത്ത് പിന്നെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റുകൾക്കൊന്നും നമുക്ക് ഇൻസെന്റീവ് ഉണ്ടാവില്ല. നമുക്ക് ഇൻസെന്റീവ് ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, അവരെ മനസ്സിലെടുക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. അതിനാണ് നമുക്ക് ഇൻസെന്റീവ് ഉണ്ടാവും. അപ്പോ ഞാൻ ഇതേമാതിരി ഒരു ദിവസം ഇറങ്ങിയ സമയത്ത് പിന്നെ നമുക്ക് സെയിൽസ് വളരെ മോശം എന്ന് പറഞ്ഞിട്ട് പോരാ. സാധാരണ ഒരു കസ്റ്റമേഴ്സ് നോർമൽ പർച്ചേസ് ഓരോ കസ്റ്റമേഴ്സ് ഉണ്ടാകും, ഓരോ ഷോപ്പുകള്. അതിന്റെ പകുതി പോലും അവര് അന്ന് സാധനം എടുക്കണില്ല, ചില കടക്കാര് ഒന്നും എടുക്കണില്ല. അപ്പൊ ഫസ്റ്റത്തെ ഒരു ടൗണ് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ വളരെയധികം എന്തായി, ഡൗൺ ആയി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്തിന്റെ കേടായിരുന്നു, ഞാൻ അത്രയും ഒന്നില്ലേലും ഇതിനേക്കാളും സാലറി ഒക്കെ ചെയ്തിരുന്നവര് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തിന്റെ കേടായി മാർക്കറ്റിംഗ് ഇറങ്ങി. ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചവന് ലോകത്ത് ഉണ്ടാവില്ല, അങ്ങമാതിരി പൊട്ടത്തരം കാട്ടണം. അപ്പൊ മൈൻഡ് പെട്ടെന്ന് എന്താ വെച്ചാല് അങ്ങേയറ്റം ഡൗൺ ആയി. അപ്പൊ ഞാൻ ഈ ബിമാജിക്കില് ഒരു ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഡൗൺ ആയിക്കന്നെ എന്താ അറിയില്ല, എനിക്ക് പെട്ടെന്നൊരു ഒരു ഇതിന് വന്നു, ഒരു സെൽഫ് മോട്ടിവേഷന്. ഞാൻ എന്റെ മൈൻഡ് ഒട്ടേന് പറഞ്ഞു അങ്ങനല്ല, അതായത് ഇന്നത്തെ ദിവസക്കാരാണ് ഏറ്റവും കൂടുതൽ സെയില്. ഇപ്പൊ ഫസ്റ്റത്തെ കുറച്ച് കടകൾ കഴിഞ്ഞു, ഓക്കെ. ഇനിയുള്ള കടയില് മുട്ട ഓർഡർ ചെയ്യിക്കാരം. അത് പെട്ടെന്ന് എന്റെ മൈൻഡിക്ക് ഒരു എന്താ പറയാ, ഒരു സെൽഫ് മോട്ടിവേഷൻ വന്നു. അപ്പൊ ഞാൻ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അതിന് ശേഷം ഞാൻ പോയ കടയിലൊക്കെ മുട്ട ഓർഡർ. അതായത് എന്താ പറയാ, നോർമൽ എന്ന് വെച്ചാൽ ഈ സെയിൽസിന്റെ ഏത് കാര്യത്തിനാ ഫസ്റ്റില് കുറച്ച് ഓർഡർ ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നമുക്ക് കുറെ ഓർഡർ ഉണ്ടാവും. ഫസ്റ്റില് കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് എല്ലാവരും കാണാം. എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിന് കുറെ പ്രാധാന്യമുണ്ട്. അത് ഇപ്പൊ സെയിൽസില് അതിനുശേഷം ഞാൻ പിന്നെ സ്വർണ്ണ നല്ലെണ്ണ ബ്രാൻഡില് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസെന്റീവ് വെളിച്ചെണ്ണമാണ്. ഈ വെളിച്ചെണ്ണ പിന്നെ നോർമലി ഞാന് അതിൽ കയറുന്ന സമയത്ത് എന്റെ ഏരിയയിൽ, പെരുന്തണ്ണ ഏരിയയിൽ സ്റ്റാഫ് ചെയ്തിരുന്നത് അതിന്റെ 2000-2500 ലിറ്റർ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഞാനത് കയറിയിട്ട് ഏകദേശം ഒരു 14 ലിറ്റർ എല്ലാ മന്തും വരുന്ന രൂപത്തിൽ നമ്മളത് എന്താക്കി അത്രയും കൗണ്ടറുകൾ പിടിച്ചു. പിന്നീട് പെട്ടെന്ന് വെളിച്ചെണ്ണ റേറ്റ് കൂടിയപ്പോ നോർമലി അപ്പോ ആ സെയിൽ പറ്റ കമ്മിയായി. പക്ഷെ അപ്പൊ ഒരു 15-ാം തീയതി ആയപ്പോ എന്തായി, ഈ ഒരു 14 ലിറ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ ഞാന് എന്താ പറയാ, ഞാൻ എന്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഈ മാസം 14 ലിറ്റർ വേണം, എനിക്ക് ഈ മാസം 14 ലിറ്റർ വേണം എന്ന് ഞാൻ എന്റെ മൈൻഡിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കടകൾ ഇങ്ങനെ പരതാണ്, അതായത് വലിയ വലിയ ഹോൾസെയിൽ ഷോപ്പുകൾ ഇങ്ങനെ പരതാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, ആ ഒരു മൈൻഡ് സെറ്റിന്റെ ഇതാണ് എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. നോർമലി എല്ലാവർക്കും സെയിൽ കമ്മിയായ സമയത്ത് ഞാനൊരു കൗണ്ടർ പോയി കണ്ടു. ആ കൗണ്ടർ ഞാന് പിന്നെ വളരെ ചെറിയ ഓർഡറിന് പോയൊരു കൗണ്ടറാണ്, പക്ഷെ അവർക്ക് അതിക്കും വലിയ ഹോൾസെയിൽ എറണാകുളത്ത് ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ പർച്ചേസ് പോലും എൻ്റെ അടുത്ത് എടുത്തു. അപ്പോ അതായത് ഞാൻ ഉദാഹരണം പറയാണ്, 14 ലിറ്റർ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 1000 ബോക്സ് വേണം.
അപ്പോ ഞാനൊരു 10 ബോക്സ് എടുക്കുന്ന കരുതിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിക്ക് പോയതാണ്. പക്ഷെ അവിടെ ഓല് 200 ബോക്സ് എടുത്തു. പിന്നെ അതേമാതിരി തന്നെ ആ സമയത്താണ് പെരിന്തൽമണ്ണ നെസ്റ്റോ പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പോ എന്താണ് 14 ലിറ്ററിന്റെ മേലക്ക് ഞാൻ പോയി. പക്ഷെ അതാ പറഞ്ഞത് നമ്മളെ ഒരു കോൺഫിഡൻസിന്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ നമ്മള് പോകില്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, യൂണിവേഴ്സ് തന്നെ നമുക്ക് ആ സംഭവം തരും. ആ ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നജില മാം, നജില മാം കേൾക്കുന്നുണ്ടോ? നജില മാം, രഞ്ജിത്ത് സർ, മാജിക് മോർണിംഗ്. ഹലോ. യെസ്, മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ മാമിന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2-3 വരികളിൽ പറയാൻ പറ്റുമോ? എന്താണ് കോൺഫിഡൻസോ? യെസ്, കോൺഫിഡൻസ് ആണ് ഇന്നത്തെ സബ്ജക്ട്. കോൺഫിഡൻസ് ഇപ്പോ നമുക്ക് എന്താണ്, ആര് പറ്റൂല അല്ലെ ഒരു കാര്യം ചെയ്യുമ്പം ആര് പറ്റൂല പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക പറ്റും, എനിക്കത് പറ്റുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് സാധിക്കും. അപ്പൊ ചുറ്റുള്ള വീട്ടിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരും പറ്റൂല എന്ന് പറഞ്ഞാലും നമ്മൾ സ്വയം ചിന്തിക്കുക എനിക്കത് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചാല് നമുക്കത് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ അഫർമേഷനും അതേപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു. താങ്ക് യു മാം. രഞ്ജിത്ത് സർ കേൾക്കുന്നുണ്ടോ? രഞ്ജിത്ത് സർ, രഞ്ജിത്ത് സർ കേൾക്കുന്നുണ്ടോ? അതെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഞാനും സർ പറഞ്ഞോളൂ, സാറിന്റെ കോൺഫിഡൻസിനെ കുറിച്ച് എന്താണ്? ഞാൻ ഈ കോൺഫിഡൻസിന്റെ ഇഷ്യൂ വന്നിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആയി, മെഡിസിൻ വരെ ഞാൻ എടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഈ മാജിക്കിലേക്ക് ചേരുന്നതിന് മുമ്പ് ഒരു 1-2 വർഷം മുമ്പ് ഉള്ള കേസായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡൗൺ ആയ ഈ കോവിഡൊക്കെ കഴിഞ്ഞൊരു സമയത്ത് ഞാൻ കുറച്ച് കൊളാപ്സ് ആയിട്ട് ഡൗൺ ആയ സമയത്ത് മെഡിസിൻ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കാലം മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ആ സമയം അന്ന് ഈ ഡോക്ടേഴ്സിൻ്റെ സജഷൻ പ്രകാരമാണ് ഞാൻ ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മെഡിറ്റേഷൻ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതാണ് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയതെങ്കിലും എനിക്കൊരു 5-6 മാസം കൊണ്ടൊക്കെ അതിലൊരു അലൈൻമെൻറ്റ് കണ്ടെത്താൻ പറ്റും. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ലെവൽ അച്ചീവ് ചെയ്യും നമ്മൾ. അത് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുകയെന്ന് തോന്നുന്നു. ഒരു നമുക്കതിൻ്റെ ഒരു ട്രാക്കിൽ ഇങ്ങനെ വീഴുന്ന പോലെ ഒരു ഫീൽ വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബഷീർ സാറൊക്കെ പറഞ്ഞു, ബഷീർ സാർ അതെ ഞാൻ ഡൗൺ ആയിട്ട് ഇയാളിപ്പോ പറയാം ഞാൻ ഡിപ്രഷനിൽ ഗുളിക കഴിച്ചതാണ്, ഇതിൽ വന്നതിന്റെ അടുത്ത് ഞാൻ എവിടെ വെച്ചിട്ട് എന്തേ അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ മാത്രം മതിയാവും. നമുക്ക് കോൺഫിഡൻസിനാണെങ്കിലും മറ്റേതൊരു ഇഷ്യൂ, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ എന്തിനും ഈ മെഡിറ്റേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റാണ്ട് വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാമായിട്ടിരുന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പേപ്പറിൽ എഴുതി സോർട്ട് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്നതിൻ്റെ പ്രകടമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബഷീർ സാർ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ഇമാതിരി ഇഷ്യൂസ് വരുമ്പോഴും ലാക്ക് ഓഫ് കോൺഫിഡൻസ് തോന്നുന്ന സമയത്തുമൊക്കെ
ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഞാൻ ഡേ ടൈമിൽ ചിലപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്, ക്രിസ്ത്യൻ ചർച്ചാണ്. അപ്പോൾ ആ ചർച്ചിൻ്റെ ഒരു പ്രെയർ ഹാളുണ്ട്. ആ ഹാളിൽ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞാൻ എന്തെങ്കിലും ഇഷ്യൂ തോന്നുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന് അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നത് പതിവ്. ഒരാഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരും, ഞാൻ അവിടെ പോയിരുന്നു ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് എല്ലാ സമയവും അത് വർക്കൗട്ട് ആവാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും തീരുമാനം എടുക്കാൻ ഇഷ്യൂ വരണ സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്ന സമയത്ത്, പിന്നെ ചില സമയത്ത് ഈ കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കോമ്പറ്റേറ്ററുടെ നമ്മൾ കൂടെയുള്ള കോമ്പറ്റേറ്റേഴ്സ് എല്ലാം നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആവുന്ന സമയത്തൊക്കെ നമുക്കത് ഈ പ്രീ ബിഡ് മീറ്റിംഗ് എന്ന് പറയും, ഈ കൊട്ടേഷന് മുമ്പ് ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവാറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു ലെവലിൽ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാ ആൾക്കാർക്കും അത് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നു. കോൺഫിഡൻസ് ശരിക്കും ഏതോ നല്ല രീതിയിൽ ഈ മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിത്ത് സർ. ഷീല മാം കേൾക്കുന്നുണ്ടോ? ഷീല മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഷീല മാമിന്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫിഡൻസ് കുറയുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ റിക്കവർ ചെയ്യാൻ ആയിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ്? ജോബുമായിട്ടാണോ? അതെ, തീർച്ചയായിട്ടും. ജോബുമായിട്ടെന്ന് പറഞ്ഞാല് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ 2-3 തവണയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സെൽഫ് കോൺഫിഡൻസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് കൂടുതലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അറിവില്ലായ്മ ഉണ്ടോണ്ടായിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ കോൺഫിഡൻസ് കുറയുന്നത്, അല്ലേ? ഒരു കാര്യം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടാണ്, നമുക്ക് കൺഫ്യൂഷനാണ്, ക്ലാരിറ്റി ഇല്ല. അപ്പം നമുക്ക് ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ പറയാറുണ്ട്, എന്താണ് അവയർനെസ് ഈസ് പവർ എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ്സും അതുപോലെ തന്നെ ഡീറ്റെയിൽ അറിവുണ്ടായിരിക്കണം. അപ്പം എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നതിൽ ജോബിലാകുമ്പോഴത്തേക്കും കൂടുതലും ഹയർ അതോറിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. വലിയധികം വന്നിട്ടില്ല, എങ്കിലും മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ്. ഒരു അഡ്മിഷന്റെ ടൈമിലും പ്രശ്നം ഉണ്ടായിരുന്നു, എങ്കിലും അത് നമ്മുടെ ഹയർ അതോറിറ്റി നല്ലതായിരുന്നു കൊണ്ട് നമുക്ക് ഫോറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് കാരണം അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരു അഡ്മിഷന്റെ പ്രശ്നത്തിൽ. പിന്നെ ജോബിനെ സംബന്ധിച്ചിടത്തോളം എന്താ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ജോബ് കിട്ടി, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെ 33 വർഷം സർവീസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടൊന്നും ജോബിൽ വേറെ ഉള്ള ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ജോബിൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത്, എന്താണ് മുമ്പിൽ വരുന്നതെന്ന് ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അൺപ്രഡിക്റ്റഡ് ആയിട്ട് വരുന്ന സംഗതികളെ വേറെ പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയാറില്ലേ, ഒരു മുഴ നീട്ടി എറിയുക എന്ന് പറഞ്ഞ രീതി നമ്മളൊന്ന് മുന്നോട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മളതിനെ നേരിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ കാമായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും. പിന്നെ പേഴ്സണൽ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പ്രതിസന്ധികൾ വരും, അത് നമ്മൾ തരണം ചെയ്തല്ലേ പറ്റൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും. സുബ്രഹ്മണ്യൻ സർ കേൾക്കുന്നുണ്ടോ? സുബ്രഹ്മണ്യൻ സർ സുബ്രഹ്മണ്യൻ സർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് കോൺഫിഡൻസ് കുറവായിട്ടുള്ള സമയങ്ങളിൽ സുബ്രഹ്മണ്യൻ സാറിന് നമ്മൾ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതിനൊന്ന് റിക്കവർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ എന്താണ്? എനിക്കിത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്താൽ എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
ജീവിതത്തിൽ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പം ഞാൻ ഈ പോസ്റ്റ് കോവിഡ് ഉള്ള പീരീഡിൽ ഞാൻ ഒരു 2-3 കൊല്ലം ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ജോലി ചെയ്യണം, എനിക്ക് എന്നെ കൊണ്ട് എന്ത് പറ്റും, അങ്ങനെ ഒരു ഭയങ്കര ഡയലമ ആയിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ 1-2 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി. പക്ഷെ എനിക്കതിലൊന്നും ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് എൻ്റെ ഫീൽഡ് ആയിരുന്നില്ല. പിന്നെ ഐ കീപ് ഓൺ ഡൂയിങ് എന്ന് പറയുന്നത്. നമ്മൾ വി ഹാവ് ടു മൂവ് അഹെഡ്. എന്തെങ്കിലും ഒരു ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഐ വാസ് ട്രൈങ് പല പിന്നെ അവസാനം തന്നെ എൻ്റെ പ്രൊഫഷൻ ആയിട്ട് ബന്ധമുള്ള ഒരു ട്രെയിനിങ് ഒരു കോളേജ് ഇവിടെ കോഴിക്കോട് തുടങ്ങിയപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, എന്നെ കൊണ്ട് ടീച്ചിങ് പറ്റുമോ, ഞാനൊരു എഞ്ചിനീയറിംഗ് ആയിട്ട് ഞാൻ കപ്പലിൽ വർക്ക് ചെയ്ത ആൾക്ക് എങ്ങനെ എനിക്ക് ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ് എനിക്ക് കൊണ്ട് നടത്താൻ പറ്റും, എന്നെ കൊണ്ട് കഴിയില്ല. ആ ഒരു ഇതായി. പിന്നെ ഇത് പറഞ്ഞ മാതിരി നമ്മൾ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മിസ്റ്റേക്സിൽ കൂടെയാണല്ലോ പഠിക്കുന്നത്. സോ കുറേയൊക്കെ ആദ്യം എഴുതി വെച്ച് വായിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് മെമ്മറൈസ് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഇതേമാതിരി ISOയുടെ ഓഡിറ്റിങ് എടുക്കുന്ന ആളാണ്. അപ്പം അയാൾ കുറേ മറ്റേ വർക്കേഴ്സിനൊക്കെ ട്രെയിനിങ് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ക്ലാസ്സിലുള്ള ആളുകളെ കയ്യിലെടുക്കണം. ദാറ്റ് മീൻസ് അവരെ പേര് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ ക്ലാസ് ലൈവായിട്ട് വെക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിടണം. അല്ലെങ്കിൽ അതൊരു ബോറടി ആയിരിക്കും. നമ്മൾ ഈ വിവിധ ഭാരതിയിൽ പോഡ്കാസ്റ്റ് വരുന്ന മാതിരി ഒരാൾ സംസാരിക്കുക, എല്ലാവരും ക്ലാസ്സിലുണ്ടാവും, പക്ഷെ അവരുടെ they will not be present in the moment. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ ഈ 1-2 നുണുക്ക് വിദ്യകളും പിന്നെ കോളേജിലുള്ള സ്റ്റാഫും അവരെന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു. സോ എനിക്ക് പറയാനുള്ളത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്സ് ഓൺലി വെൻ യു റിപ്പീറ്റഡ്ലി ഡു ഇറ്റ്. അപ്പൊ അതിനൊരു ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. ആർക്കാണ് ഇനി ആരാണ് പറയാനുള്ളത്? ഹഫീസമൻ, പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഹഫീസമൻ കേൾക്കുന്നുണ്ടോ? ഹഫീസമൻ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്നത്തെ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലാവരും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ വന്ന ഒരു എങ്ങനെയാണ് നേരിട്ടത് എന്നതിനെ കുറിച്ചും അവരവരുടെ ലൈഫിൽ എത്രമാത്രം നല്ല രീതിയിൽ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പങ്കുവെച്ചത്. സോ മച്ച്. താങ്ക് യു ഓൾ. ഇതാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കഷൻ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണ് പറയാന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങളാണ് ലൈഫിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നേടിയ കോൺഫിഡൻസും പ്ലസ് നമ്മളുടെ വിമാജിക് നമുക്ക് തരുന്ന മെഡിറ്റേഷനും ഒപ്പം തന്നെ നല്ല നല്ല ക്ലാസ്സുകളും നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവുക. ഇപ്പോഴും നമ്മൾ വഴിയിലാണ്, ഒരിക്കലും നമ്മൾ എത്തിയിട്ടില്ല. എപ്പോഴും നമ്മൾ ഓൺ ദ വേ ആണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് തോന്നേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തി, പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വിത്ത് കോൺഫിഡൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ നിന്ന് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് എന്നെക്കാട്ടിൽ ഒന്നും കൂടെ എക്സ്പെർട്ട് ആയിട്ട് തന്നെയാണ് ദിവ്യ മാം ഓരോരുത്തരുടെ അടുത്തും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിച്ചു, ഞാനാണ് ഈ ഒരു ആങ്കറിങ് ചെയ്യുന്നതെന്നെങ്കിൽ
എനിക്ക് ദിവ്യ മാം ചോദിച്ച പോലെ ചോദിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ചു പോയി. സോ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു, ഡിസ്കഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് ദിവ്യ മാം. അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം ലീവ് ചെയ്തോളൂ കേട്ടോ, ടൈം ഒരുപാട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ലീവ് ചെയ്യാം. താങ്ക് യു. Thank you all. Thank you so much. Okay, Thank you all. thank you all. Thank you.